ഫ്രണ്ട്സ് ഫുഡ് ഫോർ പീപ്പിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ പോത്തിന് തൊടയറച്ചി കൊണ്ട് ഒരു അടിപൊളി ബട്ടർ ബീഫ് നമ്മൾ ബട്ടർ ചിക്കൻ കേട്ടിട്ടുണ്ടോ? ഇത് ആദ്യത്തെ ബട്ടർ ബീഫ് ആദ്യത്തെ കുറേ പേര് ചെയ്തിട്ടുണ്ടോ, പക്ഷെ നമ്മൾ അടിപൊളി വെറൈറ്റി ആയിട്ട് ബട്ടർ ബീഫ് ചെയ്യാൻ പോണ്. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് ഈ ഇറച്ചിയൊക്കെ ഒന്ന് നന്നായി കട്ട് ചെയ്തെടുക്കാം. മനസ്സിലാ എന്താ വെയിറ്റ് അല്ലേ ബീഫ്, ഭയങ്കര വെയിറ്റ്. തൂക്കി എൻ്റെ കൈത്തെ മസിലൊക്കെ കണ്ട് കയറിപ്പോയി. നല്ല മൂർച്ചയുണ്ട് കേട്ടോ നമ്മുടെ പുതിയ കത്തി. അങ്ങനെ തൊട്ട് കഴിഞ്ഞ് ഇങ്ങനെ വരുമുണ്ട്. ആഹാ, എന്താ രസമല്ലേ കാണാൻ. നമുക്ക് ഇറച്ചി ഒന്ന് വെട്ടിയെടുക്കാം. സാധാരണ ഈ ബീഫിൻ്റെ ഈ തുടപ്പീസ് തൂക്കിയിട്ട് വേണം നമ്മൾ ചെത്തി എടുക്കാൻ. പക്ഷെ ഇവിടെ തൂക്കാനുള്ളൊരു സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ചെത്തി എടുക്കുന്നുണ്ട്. നമുക്ക് ഈ ബീഫിലെ തുണ്ടൊക്കെ ഒന്ന് നന്നായിട്ട് കഴിയും. ഇത് നമുക്ക് സൂപ്പാക്കിയല്ലോ. ഇത് അതാക്കാം അതല്ലേ. നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ട്. ശരി, സൂക്ഷിച്ചും കണ്ട് കഴിക്കോട്ടാ. അവിടെ വെട്ടിക്കൊണ്ടേ കൈ പോണ്ട. നമ്മുടെ ബീഫ് നല്ല അടിപൊളി കഴുകി സുന്ദര കിട്ടവനായിട്ട്. ബീഫ് മാരിനേറ്റ് ചെയ്യാനായിട്ട് ആദ്യം തൈര്, ഉപ്പ്, കാശ്മീരി മുളക് പൊടി, വെളുത്തുള്ളി അരച്ചത്, ഇഞ്ചി അരച്ചത് നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ച് നമുക്ക് മാരിനേറ്റ് ചെയ്യാം. നമുക്ക് ബട്ടർ ബീഫിനായിട്ട് ആദ്യം ബട്ടർ, ബട്ടറിലേക്ക് ആദ്യം സവാള, അപ്പോൾ സവാള നന്നായി അങ്ങോട്ട് വണങ്ങി വന്ന ശേഷം അരിഞ്ഞ തക്കാളി ഇതിലിട്ട് കൊടുക്കുക. പച്ചമുളക്, ഉപ്പും മുളക്, അരച്ച ഇഞ്ചി വെളുത്തുള്ളി, കശുവണ്ടി,
മല്ലിത്തഴ. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഒന്ന് മിക്സിയിലിട്ട് ജ്യൂസ് ആക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. ആദ്യം നമുക്ക് ബട്ടർ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ബട്ടറൊക്കെ നന്നായി അലഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ബീഫൊന്ന് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരല്പം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ വെള്ളമാണിത്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 1.25 മണിക്കൂർ ശേഷം നമ്മളിത് തുറക്കാൻ പോകണം. ഇതിന് കുറേ വെള്ളം ഇങ്ങനെ പുറത്ത് വന്നിട്ടുണ്ട് ബീഫ്. നമ്മൾ ഇടയ്ക്ക് എടുത്തിട്ട് ആ വെള്ളമൊക്കെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. അടിപൊളി. എന്നിട്ടും വെള്ളം ഉണ്ട് അല്ലേ? എന്നിട്ട് കുറേ ഉണ്ടിട്ടാ നമ്മൾ വന്നിട്ട് സുഖല്ലേ നമ്മൾ ഇട്ടില്ലേ. അപ്പോൾ നമ്മൾ അടച്ചെടുത്ത ബട്ടർ ബീഫിൻ്റെ ആ മസാല നമുക്കൊന്ന് ഇതിലേക്ക് കൊട്ടി കൊടുക്കാം. മനസ്സിലേ ഈ തണുപ്പത്ത് ഈ ബട്ടർ ബീഫ് കാണുമ്പോൾ എനിക്ക് എന്തോ ഓർമ്മയില്ല അറിയോ? നമ്മുടെ പഴയ ബട്ടർ ചിക്കൻ. അതെ, എനിക്കും. അപ്പോൾ സുഖം എനിക്കിത് കാണുമ്പോൾ ഓർമ്മയില്ല എന്താ അറിയോ? പണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ ബട്ടർ ചിക്കൻ അല്ലേ, അതിൻ്റെ ഒരു ഓർമ്മ. അന്ന് ഞാൻ ഉണ്ടായിരുന്നില്ല, അത് ഞാൻ മിസ് ചെയ്തത്. അത് പേരും ടേസ്റ്റ് ആയിരുന്നു. കാരണം അന്ന് മഴയത്ത് ആയിരുന്നു അന്നത്തെ ആ ഷൂട്ടില്ലേ. അതെ, ഫുള്ള് മഴയത്തായിരുന്നു. അത് കാണണമെങ്കിൽ ഇവിടെ ഉണ്ടാവും മുകളിൽ ബട്ടർ ചിക്കൻ, ബട്ടർ ബീഫ് പൊളിക്കും. അപ്പോൾ ഇനി ഇതിൽ കുറച്ചും കൂടി സാധനങ്ങൾ ഇടാനുണ്ട്. അതും കൂടി ഇട്ട് കഴിഞ്ഞത് ബട്ടർ ചിക്കൻ അല്ല, ബട്ടർ ബീഫ്. അപ്പോൾ നമ്മുടെ ബട്ടർ ബീഫിലത്തെ അവസാനത്തെ കുറച്ച് ചേരുവകൾ: ഗരം മസാല, കസൂരി മേത്തി, ഉലുവൻ്റെ ഇല, മെയിൻ സംഭവമാണ് നമ്മുടെ ബട്ടർ ബീഫിൻ്റെ. ബട്ടർ, അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ ലാസ്റ്റായിട്ട് നമുക്കിതാ ഫ്രഷ് ക്രീമും കൂടെ അതാ. പൊളി പൊളി പൊളി. ക്രീമൊക്കെ ഒന്ന് നന്നായി ഇളക്കി വിടാം. ബട്ടർ ബീഫ് ആദ്യമായിട്ടാണ് കേട്ടോ. ഇന്ന് നമ്മൾ പിടിക്കും. അപ്പോൾ ബട്ടർ ബീഫ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടില്ല ശരി എല്ലാവരും പൊളിക്കാം. എങ്ങനെ പോണു? സെറ്റാ? ഇതിൽ പിന്നെ ബീഫ് ആയതുകൊണ്ട് എല്ലിന് പേടിയുണ്ടാവും. അതെടുത്ത് കഴിക്കാം. അതെന്താ ബീഫ് എല്ലില്ലേ? നമ്മളെ എല്ലിട്ടിട്ടില്ലല്ലോ, നമ്മൾ ബോൺലെസ് അല്ല ഇട്ട്. സെറ്റാണ് ബീഫൊക്കെ, അടിപൊളി. അപ്പോൾ ബട്ടർ ചിക്കൻ്റെ മെയിൻ ടേസ്റ്റ് ആയി കസൂരി മേത്തി, ബട്ടർ ബീഫ് അവർക്കറിയാൻ ടെസ്റ്റ് ചെയ്തല്ലേ. ബട്ടർ ബീഫിൻ്റെ മെയിൻ ടേസ്റ്റ് ആണ് നമ്മുടെ കസൂരി മേത്തിയിലെ.
അതും കൂടി ഇട്ടപ്പോഴാണ് ഉലുവൻ്റെ ഇല ഉണ്ടത്. സംഗതി പൊളിയല്ലേ ശീല ശീലേ ശരിക്കും ഇതിന്റെ കോമ്പിനേഷൻ വന്നിട്ട് പൊറോട്ട കിട്ടിയ തെറ്റരിയും പൊളിയില്ലേ. പക്ഷെ നമുക്ക് ശരിക്കും ഉണ്ടാക്കാനുള്ള ടൈമില്ല പൊറോട്ട അല്ലേ, അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയില്ല. പിന്നെ നമ്മൾ പൊറോട്ട നമുക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി കഴിക്കുന്നത് ശരിയല്ലല്ലോ, കൊടുക്കുന്നവർക്കും നമ്മൾ പിന്നെ പൊറോട്ട കൊടുക്കുക, അപ്പോൾ ഒരുപാട് ഉണ്ടാക്കേണ്ടി വരും. പിന്നെ നമ്മൾ ചോറ് കൊടുക്കുമ്പോൾ നമ്മളും ചോറ് തന്നെ ടേസ്റ്റ് ചെയ്യാം. അങ്ങനെ ചോറിനൂടെയും കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. അപ്പോൾ ഏകദേശം ഇത് ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുടങ്ങാൻ തന്നെ ഭയങ്കര നല്ല വൈകി, ഇന്ന് വൈകിപ്പോയി കുറച്ച് തുടങ്ങാൻ, എന്നാലും തീർത്ത് അടിപൊളി അടിപൊളി മാഷാഅല്ലാഹ് സൂപ്പറായിട്ട് തീർക്കാം. അപ്പോൾ നമ്മുടെ ഈ ബട്ടർ ബീഫ് റെസിപ്പി നിങ്ങൾ ചിലപ്പോൾ കൂടുതൽ പേര് ആദ്യമായിട്ട് കാണുന്ന റെസിപ്പി ആയിരിക്കാം, ചിലർ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് നമ്മളൊന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് നമ്മുടെ കമൻറ്റിൽ വന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ തന്നെ നമ്മൾ ചെയ്താൽ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ചട്ടപ്പെട്ടേ എന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പം ഇനി ഒരു അടിപൊളി കിടിലൻ റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ.